ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഫസ്റ്റത്തെ അപ്ഡേറ്റ് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, ജുറാസിക് വേൾഡ് റീബർത്ത്. ഡേവിഡ് കോപ്പിൻ്റെ രചനയിൽ ഗരേത്ത് എഡ്വേർഡ്സ് സംവിധാനം ചെയ്ത ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ മൂവിയാണ് ജുറാസിക് വേൾഡ് റീബർത്ത്. ഇതിപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് മോം. ഇതൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ധഡക് 2. സിദ്ധാന്ത് ചതുർവേദി, തൃപ്തി ദിമ്രി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാസിയ ഇക്ബാൽ രചനയും സംവിധാനം നിർവഹിച്ച ഒരു റൊമാൻറ്റിക് ത്രില്ലർ മൂവിയാണ് ധഡക് 2. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും റിപ്പോർട്ടുകൾ പ്രകാരം സെപ്റ്റംബർ മാസം 12-നും 26-നുള്ളിൽ ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മെട്രോ ഇൻ ഡിനോ. അനുപം ശേഖർ, നീന ഗുപ്ത, കൊങ്കണ സെൻ ശർമ്മ, പങ്കജ് ത്രിപാഠി, ആദിത്യ റായ് കപൂർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അനുരാഗ് ബസു രചനയും സംവിധാനം നിർവഹിച്ച ഒരു റൊമാൻറ്റിക് സിനിമയാണ് മെട്രോ ഇൻ ഡിനോ. ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഓഗസ്റ്റ് 29-ന് ഇത് റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് മനസാവാച. ദിലീഷ് പോത്തൻ, അലക്സാണ്ടർ, പ്രശാന്ത്, കിരൺ കുമാർ, ശ്രീജിത്ത് രവി, സായ്കുമാർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ശ്രീകുമാർ പുടിയൻ സംവിധാനം ചെയ്ത സിനിമയാണ് മനസാവാച. കഥ ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു കൂട്ടം കള്ളന്മാരും അവർക്കൊപ്പം പെരുങ്കള്ളനായി ധാരാവി ദിനേശനായി ദിലീഷ് പോത്തനാണ് അഭിനയിക്കുന്നത്. കള്ളന്മാരുടെ കഥയും നർമ്മത്തിൽ ചാലിച്ച രംഗങ്ങൾക്കൊപ്പം കുഞ്ഞു സർപ്രൈസുകളുമാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 9 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് JSK. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, ശ്രുതി രാമചന്ദ്രൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് JSK. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ഓഗസ്റ്റ് 15-ന് ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് നടികർ. ടോവിനോ തോമസിനെ നായകനാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത സിനിമയാണ് നടികർ. ടോവിനോ തോമസിനെ കൂടാതെ ദിവ്യ പിള്ള, സൗബിൻ ഷാഹിർ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, ഭാവന എന്നിവർ ഇതിൽ മുഖ്യവേഷത്തിലെത്തുന്നു. സൈന പ്ലേ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നടികർ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ബസൂക്ക എന്ന മൂവിയാണ്. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. കൊച്ചിയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ ചില മോഷണങ്ങൾ നടക്കുകയും ഈ മോഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളുമാണ് ഈ കഥ പറയുന്നത്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒരുപാട് നാളായി പ്രേക്ഷകർ ബസൂക്കയുടെ റിലീസിന് വേണ്ടി അക്ഷരം വരെ കാത്തിരിക്കുന്നത്. ബസൂക്കയുടെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ മാസം സർപ്രൈസ് റിലീസ് ഉണ്ടാവുന്നതാണ് പുതിയ റിപ്പോർട്ട്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഫുട്ടേജ്. മഞ്ജു വാര്യർ, വിശാഖ് നായർ, ഗായത്രി അശോക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഫുട്ടേജ്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്നും ലഭിച്ചത്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും റൂമർ പ്രകാരം ഓഗസ്റ്റ് മാസമാണ് റിലീസ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമന്റും രേഖപ്പെടുത്തുക. അതോടൊപ്പം ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.